ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ മനുഷ്യനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ചുരുക്കമാണ്. അദ്ദേഹത്തിൻ്റെ കളി മികവ് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിനെ ലോകത്തിലുള്ള ആളുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം. മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്ന നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിൽ ആ മനുഷ്യന് സ്ഥാനമുള്ളത്. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഒരുപാട് സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ്. മാത്രമല്ല എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന നല്ലൊരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നമുക്കറിയാം, മുസ്ലിമീങ്ങളെ ഒരു തീവ്രവാദിയും ഭീകരവാദിയും ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ആ മുസ്ലിമീങ്ങൾ ഫോളോ ചെയ്യുന്ന മതത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ ഫുട്ബോൾ ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ കളി മികവും അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാം. 2013 മുതൽ റൊണാൾഡോ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ സേവ് ദി ചിൽഡ്രൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഗ്ലോബൽ ആർട്ടിസ്റ്റ് അംബാസിഡറായി പ്രവർത്തിക്കുന്നുണ്ട്. സിറിയ, ഫലസ്തീൻ തുടങ്ങിയ ഇടങ്ങളിലെ അവിടെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനുമൊക്കെ അദ്ദേഹം തൻ്റെ പദവി വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2016 സിറിയൻ ആഭ്യന്തര യുദ്ധവും അലപ്പോയിലെ ബോംബാക്രമണങ്ങളുമൊക്കെ രൂക്ഷമായ സമയത്ത് റൊണാൾഡോ സേവ് ദി ചിൽഡ്രൻ വഴി വലിയൊരു തുക സംഭാവന നൽകിയിരുന്നു. കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും അടിയന്തര വൈദ്യസഹായമൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുക അദ്ദേഹം ഉപയോഗിച്ചത്. തുക കൈമാറിയതിനൊപ്പം സിറിയയിലെ കുട്ടികൾക്കായി അദ്ദേഹം പങ്കുവച്ച ഒരു വീഡിയോ സന്ദേശം അന്ന് ലോകശ്രദ്ധ നേടിയിരുന്നു. ഇത് സിറിയയിലെ കുട്ടികൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ വളരെ പ്രശസ്തനായ ഒരു കളിക്കാരനായിരിക്കാം, പക്ഷേ നിങ്ങളാണ് യഥാർത്ഥ ഹീറോകൾ. പ്രത്യാശ കൈവിടരുത്. ലോകം നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് കരുതലുള്ളവരാണ്. ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ഇതായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ച വാക്കുകൾ. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സ്വാധീനം അദ്ദേഹം പലപ്പോഴും യുദ്ധഭാരത പ്രദേശങ്ങളിലെ കുട്ടികൾക്കായി അദ്ദേഹം ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഫണ്ട് നൽകാൻ അദ്ദേഹം തൻ്റെ ഫോളോവേഴ്സിനോട് പലതവണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധക്കെടുതികൾ അനുഭവിച്ച കുട്ടികളെ നേരിട്ട് കണ്ട് പിന്തുണയ്ക്കാനും അദ്ദേഹം ഒരിക്കലും മടിക്കാറില്ല. ഉദാഹരണത്തിന് 2016 ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലുണ്ടായ ഒരു ആക്രമണത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അഹമ്മദ് ദവാബ്ഷെ എന്ന 5 വയസ്സുകാരനായ ഫലസ്തീൻ ബാലനെ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഡ്രിഡിലേക്ക് ക്ഷണിക്കുകയും നേരിട്ട് കണ്ട് സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ചുരുക്കത്തിൽ, യുദ്ധഭാരത പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ആവശ്യമായ മാനുഷിക പരിഗണനയും സാമ്പത്തിക സഹായവും എത്തിക്കാൻ റൊണാൾഡോ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പം ഇസ്ലാം മതത്തെയും ആ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെയുമൊക്കെ വളരെ ആദരവോടുകൂടിയാണ് റൊണാൾഡോ എന്നും നോക്കിക്കണ്ടിട്ടുള്ളത്. സൗദി അറേബ്യയിലെ അൽ നസർ ക്ലബിലേക്ക് മാറിയതിനു ശേഷം റൊണാൾഡോ അവിടുത്തെ സംസ്കാരം വളരെ വേഗത്തിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. സൗദിയിലെ ജനങ്ങളോട് വളരെ സൗഹൃദപരമായ നിലപാടായിരുന്നു അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചത്. ഈ അടുത്ത് അദ്ദേഹം കളിക്കളത്തിൽ ഗോളടിച്ചതിന് ശേഷം അദ്ദേഹം സ്ഥിരമായി ചെയ്യുന്ന സെലിബ്രേഷനൊപ്പം തന്നെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് പോലെ സുജൂദ് ചെയ്തത് അന്ന് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. ഇസ്ലാം മതത്തോടും മുസ്ലിമീങ്ങളോടും തനിക്കുള്ള ബഹുമാനം അദ്ദേഹം പലപ്പോഴും തൻ്റെ പെരുമാറ്റത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ എത്തിയതു മുതൽ അവിടുത്തെ സംസ്കാരത്തെയും ആഘോഷങ്ങളെയും റൊണാൾഡോ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. സൗദി സ്ഥാപക ദിനത്തിൽ പരമ്പരാഗത സൗദി വസ്ത്രമായ തോബൊക്കെ ധരിച്ച് സൗദി ദേശീയ ആഘോഷങ്ങളുടെ ഭാഗമായത് അന്ന് വലിയ രീതിയിൽ വൈറലായിരുന്നു. അതോടൊപ്പം റമദാൻ മാസത്തിൻ്റെ തുടക്കത്തിലും ഈദ് നാളുകളിലുമൊക്കെ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരമായി ആശംസകളൊക്കെ നേരാറുണ്ട്. ഈദ് മുബാറക് എന്ന അറബിയിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വലിയ രീതിയിലൊക്കെ വൈറലായിരുന്നു. അതോടൊപ്പം അദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബുകളിലെ മുസ്ലിം സഹതാരങ്ങളുമായി റൊണാൾഡോ അടുത്ത സൗഹൃദ ബന്ധം സ്ഥാപിച്ചിരുന്നു. റയൽ മാഡ്രിഡിൽ കളിച്ചിരുന്ന കാലത്ത് ഫ്രഞ്ച് താരം കരീം ബെൻസിമ, അതോടൊപ്പം ജർമ്മൻ താരം മെസ്യൂട്ട് ഓസിൽ എന്നിവരുമായി അദ്ദേഹം വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു. ഓസിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ തനിക്കിഷ്ടമാണെന്നും ഇസ്ലാമിനെക്കുറിച്ച് ഓസിൽ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് കേൾക്കാറുള്ളത് എന്നും റൊണാൾഡോ ഒരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം പല അഭിമുഖങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലുമൊക്കെ റൊണാൾഡോ പലപ്പോഴും ഇൻഷാ അല്ലാ, ശുക്രൻ തുടങ്ങിയ അറബി വാക്കുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. കളിക്കളത്തിൽ വെച്ച് ആരാധകരെ അഭിവാദ്യം ചെയ്യുമ്പോഴും അദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഇതോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസർ ക്ലബിൽ കളിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹതാരവും മുൻ ഗോൾ കീപ്പറുമായിരുന്ന വലീദ് അബ്ദുള്ള സൗദിയിലെ ഒരു TV പ്രോഗ്രാമിൽ അതിഥിയായി വന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. റൊണാൾഡോയ്ക്ക് ഇസ്ലാം മതത്തിലേക്ക് മാറാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന്
വലീദ് അബ്ദുള്ള അന്ന് പറഞ്ഞിരുന്നു. താൻ റൊണാൾഡോയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് വലീദ് അബ്ദുള്ള അതിൽ പറഞ്ഞു വെച്ചത്. ഗോളടിച്ച ശേഷം റൊണാൾഡോ മൈതാനത്ത് സുജൂദ് ചെയ്തതും മറ്റു കളിക്കാരോട് പ്രാർത്ഥിക്കാനും ഇസ്ലാമിക ആചാരങ്ങൾ പിന്തുടരാനും അദ്ദേഹം കാണിക്കുന്ന താല്പര്യവും ഇതിന് ഉദാഹരണമായി വലീദ് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. സൗദി അറേബ്യയിൽ എത്തിയതു മുതൽ റൊണാൾഡോ ഇസ്ലാമിക ആചാരങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. ട്രെയിനിങ് നടക്കുമ്പോൾ ബാങ്ക് വിളി കേട്ടുകഴിഞ്ഞാൽ അത് കഴിയുന്നതുവരെ ട്രെയിനിങ് നിർത്തിവെക്കാൻ റൊണാൾഡോ കോച്ചിനോട് ആവശ്യപ്പെടാറുണ്ട് എന്നും വലീദ് അബ്ദുള്ള അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ തൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് ട്രെയിനിങ്ങിനിടയിൽ കൃത്യമായി പ്രാർത്ഥിക്കാനുള്ള സമയം ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്താറുമുണ്ട്. ഇസ്ലാമിനെക്കുറിച്ചും പ്രാദേശികമായ പല കാര്യങ്ങളെക്കുറിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോ വലീദിനോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ടായിരുന്നു. റൊണാൾഡോയ്ക്ക് മുമ്പും ഇസ്ലാമിനോട് താല്പര്യമുണ്ടായിരുന്നു എന്ന രീതിയിലാണ് വലീദ് അബ്ദുള്ള ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വെച്ചത്. ഇതോടൊപ്പം റൊണാൾഡോ UFC ചാമ്പ്യനായിട്ടുള്ള ഖബീബുമായി വലിയ സൗഹൃദ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇരുവരും ഒരുമിച്ചുള്ള സമയങ്ങളിൽ പലപ്പോഴും റൊണാൾഡോ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതോടൊപ്പം നമുക്കറിയാം, ഇന്ന് ലോകത്തെ പ്രശസ്തരായിട്ടുള്ള പല ഫുട്ബോൾ താരങ്ങളും ദേഹത്ത് പച്ച കുത്താറുണ്ട്, അതോടൊപ്പം മദ്യപിക്കാറുമുണ്ട്. എന്നാൽ അവിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി മാറുന്നത്. ഇത്രയധികം പ്രശസ്തനായ ഒരു ഫുട്ബോൾ താരമായിട്ടും കോടിക്കണക്കിന് വരുന്ന സ്വത്ത് സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ഇതുവരെയും ദേഹത്ത് പച്ച കുത്തിയിട്ടില്ല, അതോടൊപ്പം മദ്യപിക്കാറുമില്ല. റൊണാൾഡോ തൻ്റെ ശരീരത്തിൽ പച്ച കുത്താത്തതിന് പ്രധാന കാരണം അദ്ദേഹം പതിവായി രക്തദാനം ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ടാണ്. മെഡിക്കൽ സയൻസ് പ്രകാരം ശരീരത്തിൽ പച്ച കുത്തിക്കഴിഞ്ഞാൽ അണുബാധയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് 4 മാസം മുതൽ 1 വർഷം വരെ രക്തദാനം ചെയ്യാൻ അനുവാദമുണ്ടാകാറില്ല. കൂടുതൽ ആളുകളെ സഹായിക്കാൻ തനിക്കിതിലൂടെ സാധിക്കണം എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ പച്ച കുത്തുന്ന ഇത്തരം പരിപാടികളിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായി മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ശരീരം എപ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. ഇതോടൊപ്പം മദ്യപാനത്തിൽ നിന്നും റൊണാൾഡോ പൂർണ്ണമായി വിട്ടുനിൽക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ വലിയൊരു കുടുംബ പശ്ചാത്തലവും ദുരന്തവുമുണ്ട്. റൊണാൾഡോയുടെ പിതാവായിട്ടുള്ള ഡെനീസ് അവീറോ കടുത്ത മദ്യപാനിയായിരുന്നു. അമിതമായ മദ്യപാനം കാരണം അദ്ദേഹത്തിൻ്റെ കരൾ തകരുകയും റൊണാൾഡോയ്ക്ക് വെറും 20 വയസ്സുള്ളപ്പോൾ ആ പിതാവ് മരണപ്പെടുകയും ചെയ്തു. മദ്യം തൻ്റെ കുടുംബത്തെ എങ്ങനെ തകർത്തുവെന്ന് നേരിട്ട് കണ്ട വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. തൻ്റെ പിതാവിനെ ഇല്ലാതാക്കിയ ആ ശീലം തൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരരുത് എന്ന് അദ്ദേഹം ചെറുപ്പത്തിലെ പ്രതിജ്ഞയെടുത്തിരുന്നു. എൻ്റെ അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു, അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങൾ നേടുമ്പോഴും എനിക്കൊപ്പം സന്തോഷിക്കാൻ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്ന് ഒരു അഭിമുഖത്തിൽ റൊണാൾഡോ കണ്ണീരോടുകൂടി പറയുന്നുണ്ട്. കൊക്കക്കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ പോലും അദ്ദേഹം കുടിക്കാറില്ല എന്നത് ഇതിനോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ ഫുട്ബോൾ താരങ്ങളെ മാതൃകയാക്കാറുണ്ട്. എന്നാൽ അതിൽ മാതൃകയാക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ താരം ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്.